ഓം കൃഷ്ണായ വാസുദേവായ ഹരയേ പരമാത്മനെ പ്രണതക്ലേശനാശായ ഗോവിന്ദായ നമോ നമഃ. ഓം ശ്രീ ഗുരുവായൂരപ്പ അഖില ഗുരു ഭഗവൻ നമസ്തേ. നമസ്തേ. ശ്രീമദ് ഭഗവത്ഗീതയിൽ 2-ാം അധ്യായമായ സംഖ്യായോഗത്തിലെ 39-ാമത്തെ ശ്ലോകം വരികൾ സഹിതം തുടരുന്നു. ഏഷാദേ അഭിഹിത സാംഖ്യേ ബുദ്ധിർയോഗേത്തി മാം ശൃണു ബുദ്ധ്യായുക്തോ യയാ പാർത്ഥ കർമ്മബന്ധം പ്രകാശ്യസി. നമസ്തേ. 39-ാമത്തെ ശ്ലോകത്തിൽ പറയുന്നു, വസ്തുക്കളെ സംഖ്യാനം ചെയ്ത്, അതായത് എണ്ണി വേർതിരിച്ച് ഇന്നത് സത്യം ഇന്നത് അസത്യം എന്നത് കാണിക്കുന്ന അറിവാണ് സംഖ്യാബുദ്ധി. ഇതുവരെ ഭഗവാൻ അർജുനന് ഉപദേശിച്ചതും പ്രധാനമായ അറിവ് തന്നെയാണെന്ന് സ്പഷ്ടമാണ്. ജീവന്റെ നിലനിൽപ്പിനെ ജഡമെന്നും ബോധമെന്നും രണ്ടായി വേർതിരിച്ച ശേഷം ബോധം സത്യമെന്നും ജഡം അസത്യമെന്നും വെളിപ്പെടുത്തി കൊടുക്കുകയാണ് ചെയ്തത്. അപ്രകാരം യുദ്ധ അവസാന നിമിത്തം കർമ്മബന്ധം അവസാനിച്ചിട്ടില്ലാത്ത അർജുനൻ സ്വധർമ്മമായ ധർമ്മയുദ്ധം അനുഷ്ഠിക്കേണ്ട ഒന്നാണെന്ന് നിർദ്ദേശിച്ചു. ഭഗവാൻ ഉപദേശിച്ച സംഖ്യാബുദ്ധി അർജുനനെ സംബന്ധിച്ചിടത്തോളം വെറും സിദ്ധാന്തമായി അവശേഷിക്കുകയാണ്. അത് സാക്ഷാത്കരിക്കാൻ 2 മാർഗമാണുള്ളത്. ഒന്ന്, ലൗകിക കർമ്മങ്ങളൊക്കെ ഉപേക്ഷിച്ച് സന്യാസാശ്രമം സ്വീകരിച്ച് അധിക സമയവും ബ്രഹ്മ അഭ്യാസത്തിലേർപ്പെട്ട് സാക്ഷാത്കാരം നേടാം. അതുതന്നെ സംഖ്യായോഗം. എന്നാൽ കർമ്മവാസന ബലമായി നിൽക്കുന്ന ഭരണാധിപന്മാർക്കും മറ്റ് ഗൃഹസ്ഥന്മാർക്കും തത്വവിചാരത്തിനും ബ്രഹ്മ അഭ്യാസത്തിനും ബുദ്ധിയും സമയവും നന്നേ കുറവായിരിക്കും. അങ്ങനെയുള്ളവർ സിദ്ധാന്തപരമായ വസ്തുബുദ്ധി ഉൾക്കൊള്ളുകയും വിട്ടുവീഴ്ചയില്ലാത്ത സ്വധർമാനുഷ്ഠാനത്തിൽ ഏർപ്പെടുകയും സ്വധർമ്മം അനുഷ്ഠിക്കുക തന്നെ മനസ്സിനെ സമനില അഭ്യസിപ്പിച്ച് യോഗം നേടുകയും വേണം. ഇതാണ് കർമ്മയോഗം. ഗീതാ താൽപര്യം ജ്ഞാനയോഗമാണ്. എല്ലാ വേദാന്ത ഗ്രന്ഥങ്ങളും ജ്ഞാനശാസ്ത്രങ്ങളാണ്. നമസ്തേ. 40-ാമത്തെ ശ്ലോകം വരികൾ സഹിതം തുടരും നാളെ.